തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണലായിട്ടുമില്ല. അപ്പോൾ ഈ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും വിശാരദന്മാരും വിശകലന വിദഗ്ധന്മാരുമൊക്കെ കൂട്ടലും കിഴിക്കലും നടത്തിക്കൊണ്ടിരിക്കുക. പൊതുവേ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് UDF വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും. 80 സീറ്റിൽ കുറയാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തും. 80 മുതൽ 85 അല്ലെങ്കിൽ 90, ചിലരൊക്കെ പറയുന്നത് 100 സീറ്റ്, 105 സീറ്റ് വരെ. 105 സീറ്റിൻ്റെ പിന്നെ ഇടതുപക്ഷക്കാർക്ക് രാജ്യസഭയിലേക്ക് കൂടി ഒരാളെ അയക്കാൻ പറ്റാത്ത അവസ്ഥ. രാജ്യസഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത് വിടണമെങ്കിൽ 36 പേരെങ്കിലും നിയമസഭയിലുണ്ടായിരിക്കും. അപ്പോൾ 105 106 സീറ്റ് UDF കിട്ടിക്കഴിഞ്ഞാൽ CPMകാർക്ക് അല്ലെങ്കിൽ CPIക്കാർക്ക് ഒരാളെ രാജ്യസഭയിലേക്ക് പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ദൈവാധീനം കൊണ്ട് അങ്ങനെയൊന്നും ഭൂരിപക്ഷം കിട്ടുകയില്ല. ജയിക്കാവുന്ന സീറ്റിൽ പലയിടത്തും കോൺഗ്രസ്സുകാർ, തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളെയാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു റിസൾട്ട് ഭയപ്പെടേണ്ടതില്ല. എങ്കിൽ പോലും UDF വ്യക്തമായ മുൻതൂക്കം ഉണ്ടാവും, ഭൂരിപക്ഷം കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. സത്യവും അതാകാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ UDF വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളെ അലട്ടുന്നൊരു വലിയ ചോദ്യം. ഈ നിയമസഭാംഗങ്ങൾ കൂടിയിരുന്ന് അതിൽ ഭൂരിപക്ഷമുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ളതാണ് ശരിക്കും ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ ആളുകൾ പിന്തുണക്കുന്നതെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവും. അതല്ല സതീശനെ തുണയ്ക്കുന്നവരാണ് കൂടുതലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവും. അതല്ല ഇനി സണ്ണി ജോസഫിനെ ആണ് ആളുകൾ താല്പര്യപ്പെടുന്നെങ്കിൽ അദ്ദേഹത്തിന് കേരളം മുഖ്യമന്ത്രിയാവും. അതിനൊരു തടസ്സമില്ല. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവിടെ AICCയിൽ നിന്ന് നിരീക്ഷകന്മാർ വരും. ഈ നിരീക്ഷകന്മാർ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കും. പിന്നെ പുറമേയുള്ള ആൾക്കാരോട് ചോദിക്കും, ഇതിൽ ആരാണ് സുന്ദരൻ, ആരാണ് യോഗ്യൻ, ആരാണ് സൽസ്വഭാവി എന്നൊക്കെ അന്വേഷിച്ച് രമേശ് ചെന്നിത്തലയെ കാണാനാണ് കൂടുതൽ സൗന്ദര്യം, അല്ലെങ്കിൽ സതീശനാണ് കൂടുതൽ ഒരു ലുക്ക് എന്ന് തോന്നുന്ന അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെ പിന്തുണ ആർക്കാണ്, ഘടകകക്ഷികൾക്ക് ആരാണ് സ്വീകാര്യൻ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ യോഗ്യനായിട്ടുള്ള ആളെ മാറ്റിയെടുത്തിട്ട് വേറൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൂട്ടും. അതാണ് സാധാരണ കോൺഗ്രസ്സിൽ ചെയ്യുന്നത്. ഇപ്പോൾ YS രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിൽ യോഗ്യന്മാരായി എത്രയോ കോൺഗ്രസ്സുകാരന്മാരുണ്ട്. അവരാരെയും പരിഗണിക്കാത്ത റോസയ്യ എന്ന് പറഞ്ഞ വന്യവയോധികനായ ഒരു ചേട്ടനെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തി. ഈ റോസയ്യ കുറച്ച് നാളിരുന്ന് പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഈ കണ്ണും കണ്ടുകൂടെ ചെവിയും കേട്ടുകൂടാ, എഴുന്നേക്കാനും വയ്യാതാവുമ്പോൾ സാധാരണ ഗവർണറായിട്ട് അയക്കാൻ പറ്റും. ഇദ്ദേഹത്തെ അതിന് പോലും പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. മൂപ്പിലാനെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനേക്കാൾ മുമ്പ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ കണ്ണടഞ്ഞു പോയി. അതാണ് സംഭവിച്ചത്. റോസയ്യെ മാറ്റിക്കഴിഞ്ഞപ്പോൾ കിരൺ കുമാർ റെഡ്ഡി എന്ന് പറഞ്ഞ ക്രിക്കറ്റ് കളിക്കാരനെ പിടിച്ച് ആന്ധ്രയിൽ മുഖ്യമന്ത്രി. അതുകൂടി കംപ്ലീറ്റ് കാര്യങ്ങൾ പൂർത്തിയായി. കിരൺ കുമാർ റെഡ്ഡി പിന്നീട് തെലുങ്ക് ദേശത്തിലാണോ BJPയിലാണോ ചേർന്ന് ഞാനിപ്പോൾ ഓർക്കണില്ല. രണ്ടാളൊന്നും ചേർന്നു എന്നുള്ളതാണ് ചരിത്രം. അത് തന്നെയാണ് ഉത്തരാഖണ്ഡിലും പണ്ട് സംഭവിച്ചത്. അവിടെ ഹരൻ റാവത്ത് എന്ന് പറഞ്ഞ ആളായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ മുഖ്യമന്ത്രി ആവേണ്ട സമയത്ത് വിജയ് ബഹുഗുണയാണ് ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയത്. വിജയ് ബഹുഗുണ പഴയ HN ബഹുഗുണയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു റീത്ത ബഹുഗുണ ജോഷി. അവർ UPCC പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ വിജയ് ബഹുഗുണ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രിയായി. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞപ്പോൾ പുള്ളി BJPയിൽ ചേർന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ BJP അധികാരം പിടിച്ചു. ഇങ്ങനെയൊക്കെയാണ് സാധാരണ കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് അമരീന്ദർ സിംഗിനെ മാറ്റി കഴിഞ്ഞപ്പോൾ യോഗ്യന്മാരായ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ചരൺജിത് സിംഗ് ചന്നി എന്ന് പറഞ്ഞ ആളെ പിടിച്ച് പഞ്ചാബിൽ മുഖ്യമന്ത്രിയാക്കി. അതിൻ്റെ ഫലമായിട്ട് ആ സംസ്ഥാനം പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു താരിഫ് അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? അത് സതീശനായിരിക്കില്ല, രമേശ് ചെന്നിത്തലായിരിക്കില്ല. അങ്ങനെ ആ ഒരു കണ്ടിജൻസി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ KC വേണുഗോപാലായിരിക്കും. അങ്ങനെ KC ഡൽഹിയിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് കേരള മുഖ്യമന്ത്രി. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഊഹിക്കാവുന്നു. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എപ്പോഴും ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം എടുക്കാനുള്ള അവരുടെ കഴിവ് വെച്ച് നോക്കുമ്പോൾ KC വേണുഗോപാലായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് ഞാൻ വിചാരിക്കും. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരാൾക്ക് മാത്രമേ കേരള സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞാൻ മുൻകൂറായിട്ട് നേരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ ഭാഗമായി തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ CPM
ആരും നിരാശപ്പെടേണ്ടതില്ല. BJPക്കാരും സന്തോഷിക്കണം. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ദുഃഖകരമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമകരമായ പ്രയാസകരമായ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ KCക്ക് സ്വാഗതം, സുസ്വാഗതം.